സ്വീകരിച്ചു പോകേണ്ടി വരും. ഏത് ബന്ധങ്ങളിലും വിള്ളൽ വരാതെ കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കണം. വിശാല മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഏറ്റവും നല്ല, നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ കേട്ടിരുന്ന എത്രയോ രാവുകളെ ഈ ഉമ്മത്തിനെ സജീവമാക്കി, ഈ ഉമ്മത്തിലെ ജനങ്ങൾക്ക് വഅ്ള് പറഞ്ഞു കൊടുത്ത് പരിശുദ്ധ ദീനും ഖുർആനും ഹദീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, മുത്തുനബിയുടെ മഹബത്ത് പറഞ്ഞു കൊടുത്ത്, റബ്ബിലേക്കുള്ള വഴികൾ വെട്ടിത്തെളിയിച്ചു കൊടുത്ത അഭിവന്യനായ നമ്മുടെ മസ്ഊദ് സഖാഫി ഉസ്താദ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ആഖിറം സന്തോഷമാക്കി കൊടുക്കട്ടെ. അവിടുന്ന് പഠിച്ചതും പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതുമായ സർവ്വ ഇൽമുകളുടെയും പ്രതിഫലം ഖബറിൽ ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. എത്ര വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ ഉമ്മത്ത് അദ്ദേഹത്തെ ഏറ്റുപിടിച്ചത്, അദ്ദേഹത്തിന്റെ മുമ്പിൽ കാതോർത്തത്. അല്ലാഹ് എത്ര വലിയ തൗഫീഖ് കൊടുത്ത ആളായിരുന്നു. ഈ പരിശുദ്ധ റമദാനിലേക്ക് എന്തൊക്കെ പ്ലാനിങ് നടത്തിയ വ്യക്തിത്വമായിരിക്കും. എത്ര ഉമ്മത്തുകളോട്, എത്ര ജനങ്ങളോട് ഈ വരാനുള്ള റമദാനിന്റെ പോരിശ പറഞ്ഞു പ്രതീക്ഷയോടെ കാത്തിരുന്ന വ്യക്തിത്വമാണ്. പക്ഷേ റബ്ബിന്റെ വിളിയാളം വന്നപ്പോ തിരിച്ചുപോയി. പടച്ചോനെ, അദ്ദേഹത്തിന്റെ ആഖിറം നീ സന്തോഷമാക്കണേ അല്ലാഹ്. ആരോടും പുഞ്ചിരിച്ച് തന്റെ പ്രിയപ്പെട്ട ഗുരുവര്യരായ അഭിവന്ദരായ ശൈഖുനാ ചെറിയ പി ഉസ്താദ്, ഉസ്താദിന്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. ഉസ്താദിന്റെ അതേ ശൈലിയിൽ എപ്പോഴും പുഞ്ചിരിക്കും. വഅ്ള് പറയുന്നതിനിടയിലും പുഞ്ചിരിക്കും. ആരോടുള്ള ബന്ധത്തിലും സംസാരിക്കുമ്പോഴും പുഞ്ചിരിക്കും. ആ ഗുരുവിൽ നിന്ന് കിട്ടിയ അതേ മാതൃക തന്റെ ജീവിതത്തിലും കാണിച്ചു. വലിയ മാതൃക സൃഷ്ടിച്ചു. നല്ല ഇൽമുള്ള വലിയ ഒരു പണ്ഡിതൻ. പടച്ചോനെ, അദ്ദേഹത്തിന്റെ യതീമായ മക്കൾക്ക് നീ തുണ നൽകണേ അല്ലാഹ്. വിധവയായ ഭാര്യയടക്കം എല്ലാവർക്കും നീ ക്ഷമ നൽകണേ റഹ്മാനേ. അദ്ദേഹത്തിന്റെ 3ന്റെ ദിവസമായ ഇന്നലെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ സംസാരം ഇന്ന് ഞാനൊരു വീഡിയോയിലൂടെ അങ്ങനെ കേട്ടു. വീട്ടിൽ നിന്ന് ജ്യേഷ്ഠൻ പറയുന്നു, അനുജനെപ്പറ്റി മരണത്തിന് വേണ്ടി ഒരുങ്ങി. നേരത്തെ അതിന്റെ സംസാരങ്ങൾ വരെ നടത്തി. ജ്യേഷ്ഠൻ പറയാണ്, ഇപ്പോഴാണ് അനുജൻ ആ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. 3/4 മണിക്കൂറോളം വിളിച്ച് രണ്ടുപേരും കൂടെ തലേന്ന് ഫോണിൽ സംസാരിക്കുന്നുവത്ര. കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ദീർഘമായി സംസാരിക്കുന്നു. തന്റെ പെങ്ങന്മാരെയൊക്കെ തലേ ദിവസം വൈകുന്നേരം വിളിച്ചു വരുത്തി കാണുകയാണ്. ഓതാൻ പോയ പെങ്ങന്മാരുടെ മക്കളെ ചെന്നിട്ട് കാണുകയാണ്. ഇങ്ങനെ തുടങ്ങി എല്ലാവരോടുമുള്ള ബന്ധങ്ങൾ ക്ലിയറാക്കി അവസാനത്തെ പ്രഭാഷണത്തിലൂടെയും ഖുർആനിന്റെ മഹത്വം പറഞ്ഞ്, ദീനിന്റെ മഹത്വം പറഞ്ഞ്, പരിശുദ്ധ ദീന് ഉൾക്കൊണ്ട് ജീവിക്കേണ്ട പ്രാധാന്യം പറഞ്ഞ് ആ നിലക്ക് ഉമ്മത്തിനോട് വലിയ നസീഹത്ത് നടത്തി അവസാനത്തെ നിസ്കാരവും നിസ്കരിച്ചിട്ട്, സുബഹി നിസ്കാരവും നിസ്കരിച്ചിട്ടല്ലേ ഉസ്താദ് വിട പറഞ്ഞു പോയത്. പടച്ചോനെ, അദ്ദേഹത്തിന് നീ വലിയ സന്തോഷം ബർസഖിയായ ജീവിതത്തിൽ നീ നൽകണേ അല്ലാഹ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ആ വിഷയം. ഞാൻ എൻ്റെ കൂട്ടുകാർ